CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആശങ്ക പരത്തി HMPV. കർണാടകയിലും ഗുജറാത്തിലും HMPV രോഗബാധ സ്ഥിരീകരിച്ചു. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചൊവ്വാഴ്ച നടക്കും. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത്. കൂനമുച്ചിയിൽ വീടുകയറി ആക്രമണം നടത്തിയതായി പരാതി. ഗൃഹനാഥനും മകനും പരിക്കേറ്റു. പുലിക്കോട്ടിൽ ബൈജുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 3-അംഗ സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. മതസൌഹാർദ്ദം വിളിച്ചോതി നടത്തുന്ന എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വർണ്ണാഭമായ തുടക്കം. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 167ാമത് ആണ്ടുനേർച്ചയ്ക്കാണ് തുടക്കമായത്. ചങ്ങരംകുളം ഐനിച്ചോട് ബൈക്കിടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ ബൈക്ക് യാത്രികനായ ആൽത്തറ സ്വദേശി അറസ്റ്റിൽ. 21 വയസ്സുള്ള പ്രജിത്തിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് നഗരസഭയുടെയും ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നില്ല. മാറഞ്ചേരിയിൽ വാർഡ് മെമ്പർ സുലൈഖ റസാക്ക് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പരിച്ചകം റോഡിലായിരുന്നു കുത്തിയിരിപ്പ് സമരം. എരുമപ്പെട്ടിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും വൈദ്യുതി വയറുകൾ മോഷ്ടിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തേറുപറമ്പിൽ സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വൈദ്യുതി വയർ വൻതോതിൽ മോഷ്ടിച്ചത്. ക്രിസ്തു മാമോദീസ സ്വീകരിച്ചതിന്റെ സ്മരണയിൽ പള്ളികളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പ്രകൃതിക്കും മനുഷ്യജീവനും ഭീഷണി ഉയർത്തുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽ പ്രദേശത്തെ 2 കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി. വേലൂർ പഞ്ചായത്തിലെ കുറുമാൾ റോഡിൽ തോമസ് സെന്ററിന് സമീപം റോഡരികിലെ വലിയ മരത്തിന്റെ ശിഖരം ഇലക്ട്രിക് കമ്പികളുടെയും സമീപത്തെ വീടിന്റെ മുകളിലേക്കുമായി പൊട്ടിവീണു. നാശനഷ്ടമില്ല. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയ ചുമർ ചിത്രം ശ്രദ്ധേയമാകുന്നു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ യുറീക്ക ശാസ്ത്രകേരളം മാസികകൾ വിതരണം ചെയ്തു. പുനേർകുളം പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പറവെപ്പും പറയെടുപ്പും ആരംഭിച്ചു. 22-ാം തീയതി വരെയാണ് വിവിധ ദേശങ്ങളിൽ പറയെടുപ്പ് നടക്കുക. ഭാരത് റൈസ് വീണ്ടും കുന്നംകുളത്ത് വിതരണത്തിനെത്തി. പോർക്കുളം പഞ്ചായത്തിലെ പാറമ്പാടം കുരിശ്, പോർക്കുളം സെന്റർ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് വിതരണം ചെയ്തത്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല MT അനുസ്മരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ മുൻ താലൂക്ക് സെക്രട്ടറി വിജയൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഘരാനയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാറിയാർ സംഗീത യാത്രയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ GMUP സ്കൂളിലെ ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അത്യാവശ്യക്കാരന് സാമ്പത്തികമായി സഹായിക്കാൻ പണ്ടുകാലത്തുണ്ടായിരുന്ന ഗ്രാമീണ പരസ്പര സഹായ പദ്ധതിയായിരുന്ന ചങ്ങാതിക്കുറി കാട്ടകാമ്പാൽ വാണ്യത്തിൽ പുനർജനിക്കുന്നു. പുനേർകുളം BJP തൃപ്പറ്റ 7-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി 70 വയസ്സ് പൂർത്തിയായവർക്ക് 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാ സഹായ കാർഡിന്റെ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനം നടത്തി. പുന്നയൂർ പഞ്ചായത്ത് തലത്തിൽ മാലിന്യമുക്തം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ കേരള ഹെവൻസ് ഖുറാൻ ഫെസ്റ്റ് ജേതാക്കളായ പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ആദരിച്ചു. കടപ്പുറം അഞ്ചങ്ങാടി PC ഹമീദ് ഹാജി സ്മാരക ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം കടപ്പുറം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്ക് ക്യാപ്പിംഗ് സെറിമണി സംഘടിപ്പിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തസ്ബിയ ഖുറാൻ സമ്മേളനവും തൃശൂർ ജില്ലാ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനവും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.